നമസ്കാരം. സിനിമാ കഫേയിലേക്ക് സ്വാഗതം. അലി, നമ്മുടെ പ്രോഗ്രാം സിനിമാ കഫേ തുടങ്ങുകയാണ്. ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. ഏത് സിനിമയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അലിയും ആ സിനിമ കണ്ടാണ്. ആടുജീവിതം അല്ലേ. 16 വർഷത്തെ ബ്ലെസ്സി സാറിൻ്റെ ഒരു അധ്വാനമാണ് ഈ സിനിമ. ഈ സിനിമ കാണണമെന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കും നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗംഭീര സിനിമ. പിന്നെ എന്താണ് ഹൈദർ പറയുന്നത് ഗംഭീരമെന്ന്? എന്നെ സംബന്ധിച്ച് അതിഗംഭീരമെന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ബ്ലെസ്സി സാറിൻ്റെ 16 വർഷത്തെ ഒരു അല്ലേ, എന്താ പറയണതിന്, അത്രയും കാത്തിരുന്നിട്ട് ഒരു സിനിമ സാറ് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ, എനിക്ക് ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ തരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് പിന്നെ പറയാനുണ്ടോ? ഗംഭീരം തന്നെയാണ്, ഒരു മാറ്റമില്ല. സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ തന്നെ സിനിമ ടൈറ്റിൽ എഴുതുന്നതിന് മുമ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു രൂപം നമ്മൾ കാണുന്നുണ്ട്. അത് ഗംഭീരമായി തുടങ്ങുന്നു. പിന്നെ ആ സിനിമ ഇങ്ങനെ പോകുന്നു. എന്നെ സംബന്ധിച്ചോളം ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് അതൊരു സിനിമ സ്ലോ ആയിട്ട് പോകുന്ന സിനിമയായിട്ട് തോന്നി. സിനിമ കാണേണ്ടവർക്ക്, പഠിക്കേണ്ടവർക്ക്, സിനിമ എന്താണെന്ന് മനസ്സിലാക്കേണ്ടവർക്ക് അത് അങ്ങനെ തന്നെ സിനിമ കാണണം. അത് പിന്നെ അങ്ങനെയല്ലേ, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. സിനിമയുടെ യാത്ര എങ്ങനെയല്ലേ, ആ സിനിമയുടെ യാത്ര എങ്ങനെയാണ്, അത് സ്ലോ എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ട കാര്യം പോലും ഇല്ല. മനസ്സിലായില്ലേ? സിനിമ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ സിനിമകൾ പലതും സിനിമ കണ്ടിട്ടില്ലേ, ഭയങ്കര ആക്ഷൻ സിനിമകൾ, ഭയങ്കര അടിയിടി. അതൊന്നും അല്ല ഈ സിനിമ. ഇതൊരു ചരിത്രമാണ്, ഒരു ചരിത്ര സംഭവമാണ്, ഒരാളുടെ ജീവിതമാണ്. ആ സിനിമ സ്ലോ എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? സ്ലോ അല്ല ആ സിനിമ. അത് അങ്ങനെയാണ് ആ സിനിമ യാത്ര ചെയ്യേണ്ടത്. അത് തന്നെയാണ്, അങ്ങനെ സിനിമ കാണാൻ പറ്റുള്ളൂ. സിനിമ കാണേണ്ടവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ സിനിമ പോകുമ്പോൾ എനിക്ക് ആ സിനിമയിലെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ഗൾഫിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം, പൃഥ്വിരാജിനോടൊപ്പം ഒരു കൂട്ടുകാരനെ കിട്ടുന്നുണ്ട്. കൂട്ടുകാരൻ്റെ പേരാണ് ഗോകുൽ. ഹക്കീം എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഹക്കീമും ഇവരുമായുള്ള ആ ട്രെയിൻ യാത്രയിൽ രസകരമായ അനുഭവങ്ങളുണ്ട്. പിന്നീട് ഗൾഫിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അത് ഞാനും പറഞ്ഞ പോലെ എനിക്ക് ട്രെയിൻ കയറ്റിവിടാൻ വരുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കഥയിലേക്ക് ഒത്തിരി പോകണ്ട, വായിച്ചതുകൊണ്ട് പറയാം. ട്രെയിൻ കയറ്റിവിടാൻ വേണ്ടി പൃഥ്വിരാജ്, നജീബിൻ്റെ ഭാര്യയും ഉമ്മയും വരുന്നു. അതുപോലെ ഹക്കീമിൻ്റെ ഉമ്മയും വരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ പോകുമ്പോൾ രസകരമായ അനുഭവങ്ങൾ, നമുക്ക് ചിരിക്കാനൊക്കെ തോന്നുന്ന അനുഭവങ്ങൾ. പിന്നീട് എയർപോർട്ടിൽ എത്തിയിട്ടുള്ള അനുഭവങ്ങൾ. പിന്നീട് അവിടെ നിന്ന് ഇവർ ഈ സ്പോൺസറെ തേടി നടക്കുന്ന ആ മുഹൂർത്തമൊക്കെ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ, അത് എനിക്കും അതേ ഫീൽ തന്നെ ആയതുകൊണ്ടായിരുന്നു ഹൈദറെ. പിന്നീട് ഗൾഫിലെത്തിയിട്ടുള്ള ആ യാത്ര അല്ലേ, യാത്ര അതിഗംഭീരമായിട്ട് കാണിച്ചിരിക്കുന്നു. വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, സിനിമയുടെ ഒരു വിഷ്വൽ ട്രീറ്റ്. ഭയങ്കര ഗംഭീരമായിട്ട് ക്യാമറാമാൻ ആ വിഷ്വൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വിഷ്വലാണ് കഥ പറയുന്നതെന്ന് വേണം. നമുക്ക് വിഷ്വൽ കഥ പറഞ്ഞു പോകുന്നു അല്ലേ, വിഷ്വലാണ് കഥ. നമുക്ക് പല സ്ഥലത്തും സംഭാഷണങ്ങളില്ലെങ്കിലും വിഷ്വൽ കഥ പറഞ്ഞു പോകുന്നു. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഉഗ്രൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു മൃഗസ്നേഹമുണ്ട്. മനുഷ്യ സ്നേഹത്തിനപ്പുറം ഒരു മൃഗസ്നേഹവും കൂടെ പറയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളും? അതല്ലേ ആടുജീവിതം എന്ന് തന്നെ സിനിമയുടെ പേര്. മൃഗസ്നേഹമുണ്ട്. ആ മൃഗസ്നേഹം കാണിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ആ മൃഗസ്നേഹം, ഏറ്റവും ആദ്യം മൃഗസ്നേഹം കാണിക്കുന്നത് നമ്മുടെ മനസ്സലിയിച്ച് തിയേറ്ററിനുള്ളിൽ കയ്യടി കിട്ടുന്ന ഒരു സീനുണ്ടായിരുന്നു. ആട് മേയ്ക്കാൻ പോകുമ്പം ആടുകൾ ഒന്ന് പോയി കഴിയുമ്പോൾ നജീബിൻ്റെ അറബി വന്നിട്ട് ആടിനെ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഒരു ആടിൻ്റെ സ്നേഹം നമ്മൾ കണ്ടില്ലേ? ഞാൻ പറയില്ല അതെങ്ങനെയാണ് സ്നേഹിച്ചതെന്ന്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, എഴുന്നേറ്റ് എന്ന് കൈയടിക്കും. അതാ മൃഗസ്നേഹം. ആ ഒരു മനുഷ്യ സ്നേഹത്തിനപ്പുറം മൃഗസ്നേഹമുണ്ടെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ് അല്ലേ, അത് തന്നെയാണ്. പിന്നെ കാട്ടറബിയാണല്ലോ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത്. അതാണ് മൃഗസ്നേഹം എന്ന് എടുത്ത് ഞാൻ പറഞ്ഞത്. ആ ഒരു മൃഗസ്നേഹം, ഇനിയുണ്ട് മൃഗസ്നേഹങ്ങൾ പറയാൻ. ഇനി സിനിമയിലേക്ക് വരാം. ഞാൻ കണ്ട സിനിമ ഒന്ന് പറഞ്ഞു പോകാം. എനിക്ക് ആ സിനിമയിൽ ഈ തുടക്കം പറഞ്ഞ പോലെ വീടും നാടും ഗൾഫും ഒരുമിച്ച് പൃഥ്വിരാജ് എന്ന നജീബിൻ്റെ കഥാപാത്രം സ്വപ്നം കണ്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലെനിക്ക് എല്ലാ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ നാട്ടിലെ അവരുടെ ഒരു പ്രണയം കാണിക്കുന്നുണ്ട്. ആ പ്രണയത്തിൽ ഒരു പാർട്ടി സീൻ കാണിക്കുന്നുണ്ട്. ആ പാർട്ടി സീനൊക്കെ ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ നല്ല കവിതയെ പോലെയാണ് പാട്ട് പോകുന്നത്. നമുക്ക് വേണമെന്ന് തോന്നുന്ന ഒരു പാർട്ടി സീനായിട്ട് തോന്നി. ആ ലാസ്റ്റ് പാർട്ടി സീൻ ഇവിടെ പുഴയിൽ നിന്നും മരുഭൂമിയിലേക്ക് മാറുന്ന, അത് ഭയങ്കര കയ്യടിയാണ് തിയേറ്ററിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് കണ്ടത്? അത് എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ പാർട്ടി സീൻ ഇച്ചിരി
കൂടിപ്പോയോ എന്നൊരു സംശയം. എനിക്കത് മാത്രമേ ഉള്ളൂ. എനിക്ക് അത് ഒരു പ്രണയം വേണം. പിന്നെ ആ നാട്ടിലെ സീനുകളെ സ്വപ്നം കണ്ട് നജീബ് സ്വപ്നം കണ്ട് എത്തുമ്പോൾ പല സീനുകളും കാണിക്കുന്നു നാട്ടിലല്ലേ. ഗൾഫിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ സീൻ കാണിക്കുന്നു. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പാട്ട് വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് ഗംഭീര പാട്ടാട്ടോ. പക്ഷേ അത് ഒത്തിരി സീനുകൾ കൂടി പോയോ എന്നൊരു സംശയം എനിക്കുണ്ടായി. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ, മറ്റാരുടെ അഭിപ്രായം ആയിരിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഹൈദരെ സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്തുന്നത് പറഞ്ഞത് ശരിയാണ്. സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്തുന്നത് അത് നമുക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്. ഒരു മനസ്സാക്ഷിയുള്ള ഒരാൾ ഒന്ന് കണ്ണു നിറയാതെ, ഒന്ന് ഉള്ളിൽ വിങ്ങാതെ സെക്കൻഡ് ഹാഫ് പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അലി എങ്ങനെ അത് പറയും? അല്ല, അത് എൻ്റെ മനസ്സ് അത് തന്നെയാണ്, എൻ്റെ ഹൃദയം അങ്ങനെ തന്നെയാണ്. ഞാൻ ആ തിയേറ്ററിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് കുറച്ച് കണ്ണുനീര് വാർന്നിട്ടുണ്ട്, അതിനൊരു സംശയമില്ല. അങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്തവരാണോ നമ്മളൊക്കെ? ഒരു മനസ്സാക്ഷിയുള്ളവരുടെ കണ്ണു നിറയും. ആ രീതിക്ക് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? ആ രീതിക്ക് അഭിനയിച്ച് വെച്ചു, അത് സ്ക്രീനിൽ ഫലിപ്പിച്ചു. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പ്രേക്ഷകൻ ഒന്ന് വിങ്ങും, ഒരു ഡൗട്ടും വേണ്ട. അതിനെനിക്ക് ഉണ്ടായ അനുഭവം ഞാനും പറയുന്നത്. പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ ഇത്രയും സിനിമ ചെയ്തിട്ട് ജീവിതത്തിൽ ഇത്തരമൊരു സിനിമ ചെയ്തിട്ടുണ്ടാകില്ല, ഇനി ചെയ്യുമോ എന്ന് എനിക്കറിയേയില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. പൃഥ്വിരാജിൻ്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിന് ആഴത്തിൽ ഉൾക്കൊണ്ടു. ഹൈദറിൻ്റെ അറിയില്ലേ, പൃഥ്വിരാജ് എത്ര ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത്, എൻ്റെ ഒരു കഷ്ടപ്പാടൊന്നുമല്ല ഈ സിനിമ, അതിനപ്പുറത്തേക്കുണ്ടെന്ന് പൃഥ്വിരാജ് പല പ്രാവശ്യമുണ്ട്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ അഭിനയിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നില്ല, ജീവിക്കുകയായിരുന്നു ആ കഥാപാത്രം എന്നാണ് എനിക്ക് തോന്നിയത്. എത്ര സിനിമകൾ അഭിനയിച്ച് വെച്ചു എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചെങ്കിലും ഞാൻ പറയുന്നു. പക്ഷേ പൃഥ്വിരാജ് ജീവിക്കുകയായിരുന്നു സിനിമയിൽ. ഒരാളുടെ ജീവിതമാണല്ലോ അത്. പഠിച്ചിട്ട് പൃഥ്വിരാജ് ജീവിച്ച് കാണിച്ചു ആ സിനിമയിൽ. അത് നമ്മളെ അത്ഭുതപ്പെടുത്തില്ലേ? പൃഥ്വിരാജിന് എന്തൊക്കെ അവാർഡുകൾ കിട്ടാവോ അത്രയും അവാർഡുകൾ വാരിക്കോരി കിട്ടേണ്ട ഒരു സിനിമ തന്നെയായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. പൃഥ്വിരാജിൻ്റെ എത്ര 3-4 മേക്കോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ കാണിക്കുന്നുണ്ടല്ലോ പല രീതിക്കായിട്ട് കാണുന്നത് പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു മാറ്റമില്ല. എനിക്ക് ആ പൃഥ്വിരാജിൻ്റെ ചേഞ്ചിൽ എനിക്ക് അവസാനം ഒരു യാത്ര 3-4 ഗെറ്റപ്പ് കാണുന്നുണ്ടല്ലോ. താടി വളർത്തിയ ഗെറ്റപ്പ്, കരി പിടിച്ച് എന്നുവെച്ചാൽ വെയിൽ കൊണ്ട് കറുത്തുപോയ ഗെറ്റപ്പ്, അദ്ദേഹത്തിൻ്റെ പല രൂപങ്ങൾക്കാണ്. അവസാനം ഒന്ന് തിരിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പഴയ പാൻറ്റും ഷർട്ടും എടുത്തിടുമ്പോഴുള്ള ആ ഒരു ഞെട്ടിപ്പോയി, നമ്മൾ അത്ഭുതപ്പെടുത്തി. തിയേറ്ററിൽ ആരവമായിരുന്നു എന്ന് പറയാം. കരയുന്നവരുമുണ്ടായിരുന്നു, കൈയടിക്കുന്നവരുമുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പൃഥ്വിരാജ് പടമൊക്കെ ഷെയർ ചെയ്തെങ്കിൽ, പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരനുഭവമായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ, എന്നെ സംബന്ധിച്ചും കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ ഉള്ളിലൊരു തേങ്ങലായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആ ചേഞ്ച് ഓവറൊക്കെ നമ്മൾ അറിഞ്ഞാണ്, പക്ഷേ നമ്മളിത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വന്നതെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. അതൊരു വല്ലാത്തൊരു സീൻ തന്നെയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്, ആ ട്രെയിനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി, ട്രെയിനിൽ വന്ന് പിന്നീട് എയർപോർട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയൊരു കൂട്ടുകാരൻ, ആ കൂടിക്കാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? അത് വല്ലാത്തൊരു അനുഭവമല്ലേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട് എയർപോർട്ടിൽ വന്നിട്ട് നജീബ് എന്ന കഥാപാത്രത്തിന് മറ്റ് ഭാഷകളെന്ന് അറിയില്ല, അറിയാവുന്ന ഭാഷകൾ വെച്ച് കൈകാര്യം ചെയ്ത ഹക്കീമിനെ മറ്റൊരു അറബി കൊണ്ടുപോകുന്നു, സെയിം അറബി കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തേക്ക് വിടുന്നു, മറ്റേ രണ്ട് വഴിക്ക് പോയിട്ട് പിന്നീട് ഇവർ സെക്കൻഡ് ഹാഫ് കണ്ടുമുട്ടുന്നൊരു ഫീലുണ്ടല്ലോ. അതും പൃഥ്വിരാജ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ് ഹക്കീം എന്ന കഥാപാത്രം. പറയാതിരിക്കാൻ പറ്റില്ല. ഹക്കീമിന് എൻ്റെ വഴിയായിട്ട് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും ഹൈദരാൻ. ആ രീതിക്ക് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അവർ ആ കൂടിക്കാഴ്ച ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ട്, ദുഃഖങ്ങളിൽ അവർ ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചിട്ട് അവർ കണ്ടുമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അത് എവിടെ വെച്ചാൽ കണ്ടുമുട്ടണമെന്നാണ്. അതാണ് നമ്മൾ കണ്ടത്, എവിടെ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്. ആ ഒരു കാഴ്ച വല്ലാത്തതാണ്. ഒരു സ്വർഗത്തിൽ കണ്ടുമുട്ടുന്ന പോലെയായിരുന്നു അവരെ കണ്ടുമുട്ടൽ. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് രക്ഷപ്പെടാനുള്ള ഒരു യാത്ര അല്ലേ, ആ യാത്രയാണ് സിനിമ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് അവിടെ ഉണ്ടാവുന്ന ഒരു തുള്ളി ജലത്തിന് വേണ്ടി, ഒരു ദാഹവെള്ളത്തിന് വേണ്ടിയുള്ള ഇവരുടെ ഒരു, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരല്ലേ.
നമുക്കൊക്കെ എന്തെങ്കിലും അനുഭവിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ പൂർവാധികന്മാരൊക്കെ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ഈ ഒത്തിരി നജീബന്മാരുടെ ഒരു ജീവിതമാണ് ഈ കേരളമെന്ന് കൃത്യമാണ് പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും, അല്ലേ? അങ്ങനെയല്ല തോന്നുന്നത്. അല്ല, അതൊന്നും പറയാനില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കണ്ടനുഭവിച്ചല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല വാക്കുകൾ. നമുക്ക് ഇപ്പം റംസാൻ മാസമൊക്കെ ആണല്ലോ, നമുക്കറിയാമല്ലോ, ഇത്രയും ചൂടത്ത് നമുക്കൊരു വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. നമുക്ക് വൈകുന്നേരം കുടിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതുപോലും കിട്ടാത്ത മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞുള്ള അവരുടെ ആ ഒരു യാത്ര, ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്ത തന്നെയല്ല, എനിക്ക് പറയാനുള്ള മനസ്സ് അനുവദിക്കുന്നില്ല. അതാണ് സത്യം. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് എനിക്ക് കണ്ട ഒരു കാര്യം കൂടെ പറയട്ടെ. പക്ഷേ ആ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ ഇവർ രക്ഷപ്പെടാനുള്ള ഒരു യാത്ര, അല്ലേ, അത് വല്ലാത്ത യാത്രയാണ്. പിന്നീട് ഇവരുടെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം, മൃഗങ്ങളുമായുള്ള പൃഥ്വിരാജിൻ്റെ സ്നേഹം, അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ കാണാതിരുന്നാൽ നഷ്ടം തന്നെ സംഭവിക്കും. അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ? രക്ഷപ്പെടാനുള്ള ആ സമയത്ത് നേരത്തെ പറഞ്ഞ ഡ്രസ്സ് മാറിക്കഴിഞ്ഞിട്ട് ആടുകളുടെ അടുത്ത് പോയി ഒരു യാത്ര പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ കണ്ണ് കൃത്യമായിട്ട് നനയും കേട്ടോ, ഒരു സംശയമില്ല. ആ ഒരു സീൻ ആടുകൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടു. ആടുകളുമായിട്ട് അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിലുള്ളൂ ഇവർക്ക് ആ മരുഭൂമിയിൽ. അപ്പോൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട് യാത്ര പറഞ്ഞ സീൻ. അതിന് തൊട്ട് മുമ്പാണ് ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. ആ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം നജീബ് ആ ഭക്ഷണം വരെ കഴിക്കുന്നുണ്ട്, ഒട്ടകത്തിന് കൊടുക്കുന്നത്. എന്നിട്ട് ഒട്ടകത്തിനോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട്. കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം, അതാണ് മൃഗസ്നേഹം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ മൃഗസ്നേഹം കാണിച്ച് ആ കഴിക്കൽ വില നിർത്തിയിട്ട് തലയുയർത്തി നോക്കുന്നുണ്ട് ഒരു രാജാവിനെ പോലെ. എൻ്റെ പ്രജ പോവുകയാണോ എന്നൊരു സ്നേഹത്തോടു കൂടി. അത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും മനുഷ്യനേക്കാൾ സ്നേഹിക്കുന്നവരാണ് മൃഗമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഈ സിനിമ. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയതും. പക്ഷേ ഒരു സിനിമ തന്നെയാണ്, കാണേണ്ട സിനിമയാണ്. പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ റസൂൽ പൂക്കുറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക്, എ ആർ റഹ്മാൻ്റെ പാട്ട്, ക്യാമറ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ക്യാമറ വർക്ക് നമുക്ക് പറയാം, ഹെലിക്യാം ഷോട്ടുകളൊക്കെ ഗംഭീരമാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ കാണേണ്ട സിനിമയാണ്, അല്ലെങ്കിൽ നഷ്ടം വരും. ക്ലൈമാക്സ് നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് കൊണ്ട് വയ്ക്കുന്നു. പിന്നീട് ഒരു തിരിച്ചറിയൽ പരേഡ് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ നമുക്ക് ദുഃഖമുണ്ടാക്കിയ ആ തിരിച്ചറിയൽ പരേഡുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ തിരിച്ചറിയൽ പരേഡിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം സിനിമ കണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടണം. കാട്ടറബികളുണ്ടെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന അറബികളുണ്ടെന്നും പറയേണ്ടതായി ഈ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുക, കണ്ട് തന്നെ ആസ്വദിക്കുക, അല്ലേ? ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.